Problems related to unit step function. നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിരുന്നു. അതുപോലെ എങ്ങനെയാണ് ഒരു ഫംഗ്ഷനെ, ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ തന്നാൽ അതിനെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഫോമിൽ എഴുതുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നും പറഞ്ഞിരുന്നു. സോ അതുപയോഗിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തിയറമാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അതായത് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം ഓർ സെക്കൻഡ് ട്രാൻസ്ലേഷൻ തിയറം എന്ന് പറയും. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്: ഇഫ് എഫ് ഓഫ് എസ് ഈക്വൽ ടു എൽ ഓഫ് എഫ് ഓഫ് ടി, ദാറ്റ് ഈസ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എഫ് ഓഫ് ടി, എക്സിസ്റ്റ് ഫോർ എസ് greater than k greater than or equal to 0, and if a is a non-negative constant, then L of f of t minus a into u of t minus a equal to e raised to minus as into L of f of t, that's equal to e raised to minus as into f of s, where s greater than k. Conversely, if f of t equal to L inverse of f of s, then L inverse of e raised to minus as f of s equal to f of t minus a into u of t minus a. That is സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം പറയുന്നത്, നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട് എഫ് ഓഫ് ടി, അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷനാണ് എഫ് ഓഫ് എസ്. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു. ദെൻ എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു, വേർ എ എന്ന് പറയുന്നത് ഒരു നോൺ നെഗറ്റീവ് കോൺസ്റ്റൻ്റ് ആണ്, ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി. അതായത് ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എസ് ആയിരിക്കും. ഇനി ഇതിൻ്റെ കോൺവേഴ്സും ട്രൂ ആണ്. അതായത് ഇതിൻ്റെ ഇൻവേഴ്സ് എൽ ഇൻവേഴ്സ് ഓഫ് ഇ റൈസ് ടു മൈനസ് എ എസ് എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യു ഓഫ് ടി മൈനസ് എ ആയിരിക്കും. സോ ഇതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് ഫോം ഉണ്ട് ഈ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിന്. അതായത് നമ്മൾ ഫസ്റ്റ് ഫോമിൽ പറഞ്ഞത് എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എയുടെ ട്രാൻസ്ഫോർമേഷനാണ്. അതായത് ഈ യുവിൻ്റെ കൂടെ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ കൂടെ ഏതാണോ വരുന്നത് ടി മൈനസ് എ ആണ്, അത് തന്നെയാണ് ഫംഗ്ഷൻ്റെ കൂടെ വരുന്നത്. ഇനി അങ്ങനെയല്ല, എൽ ഓഫ് ജി ഓഫ് ടി, ഒരു ഫംഗ്ഷൻ ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ഇൻറ്റു സ്റ്റെപ്പ് ഫംഗ്ഷൻ മാറ്റമല്ല യു ഓഫ് ടി മൈനസ് എ ആണെങ്കിൽ, അതായത് ഇവിടെ ടി മൈനസ് എ ഇല്ല, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി പ്ലസ് എ ആയിരിക്കും. ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ജി ഓഫ് ടി പ്ലസ് എ ആയിരിക്കും. സോ ഇതാണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം. ഇനി അത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഫോളോവിങ് പീസ് വൈസ് ഡിഫൈൻഡ് ഫങ്ഷൻസ്. അപ്പോൾ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കാണാൻ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്, ഡയറക്റ്റ് മെത്തേഡ്സ് ഉണ്ട്, പാർഷ്യൽ ഫ്രാക്ഷൻ പോലെയുള്ള മെത്തേഡ്സുകളുണ്ട്, അതുപോലെ റിസൾട്ടുകൾ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. ഇവിടെ എങ്ങനെയുള്ള ഫങ്ഷൻസ്, അതായത് ഇതൊക്കെ പീസ് വൈസ് ഡിഫൈൻഡ് ഫങ്ഷനാണ്. അതായത് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് സൈൻ ടി നോ കോസ് ടി നോ അല്ലെങ്കിൽ ഇ റൈസ് ടു ടി നോ അങ്ങനെ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ അല്ല തന്നിട്ടുള്ളത്. ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതായത് ഓരോ കണ്ടീഷനിലും ഓരോ ഡെഫിനിഷനാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് ടി ഈക്വൽ ടു 2 വെൻ 0 ലെസ് ദാൻ ടി ലെസ് ദാൻ 2, ആൻഡ് ഇൻ സെക്കൻഡ് അത് പറയുന്നത് -1 ആണ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 3 ആകുമ്പോൾ, ആൻഡ് 0 ആണ് ഇഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ ഇങ്ങനെ പീസ് വൈസ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓരോ ഡൊമൈനിലും ഓരോ ഫംഗ്ഷനായിട്ട് എല്ലാം അങ്ങനെയാണ്. 3 ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള പീസ് വൈസ് ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസ്, അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ അതുപോലെ ഇൻവേഴ്സൊക്കെ കാണുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് ഫംഗ്ഷൻ, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ എളുപ്പമുള്ള മെത്തേഡ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തന്നിട്ടുള്ള എഫ് ഓഫ് ടീനെ
യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് നോക്കേണ്ടത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഫ് ഓഫ് ടി ഈക്വൽ ടു 2 if 0 less than or equal to t less than 2, minus 1 if 2 less than or equal to t less than 3 and 0 if t greater than or equal to 3. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ എൽ ഓഫ് എഫ് ഓഫ് ടി കാണണം, ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ട് 3 റിസൾട്ടുകൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ കേസിൽ. അതിലൊരു കേസാണിത്. ഇങ്ങനെ ആകുമ്പോൾ ഈ എഫ് ഓഫ് ടീനെ എങ്ങനെയാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഫോമിൽ എഴുതാം. അപ്പോൾ ഇൻ ടേംസ് ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ വി ക്യാൻ റൈറ്റ് എഫ് ഓഫ് ടി ആസ് എഫ് ഓഫ് ടി ഈക്വൽ ടു ഡയറക്റ്റ് റിസൾട്ട് ഉള്ളതാണ് 2 മൈനസ് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 പ്ലസ് യു ഓഫ് ടി മൈനസ് 3. ഇതാണ്. അതായത് ഈ എഫ് ഓഫ് ടീനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ഇനി നമുക്ക് എൽ ഓഫ് എഫ് ഓഫ് ടി ആണ് കാണേണ്ടത്. എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എൽ ഓഫ് 2 മൈനസ് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 പ്ലസ് യു ഓഫ് ടി മൈനസ് 3. ദെൻ അത് സ്പ്ലിറ്റ് ചെയ്യാം. ഇത് ഓരോന്നുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു എൽ ഓഫ് 1 ആണ് ബാക്കി ഉണ്ടാവുക, മൈനസ് 3 ഇൻറ്റു എൽ ഓഫ് യു ഓഫ് ടി മൈനസ് 2 പ്ലസ് എൽ ഓഫ് യു ഓഫ് ടി മൈനസ് 3. ഓക്കെ. ഇനി എൽ ഓഫ് 1 നമുക്കറിയാം, ഡയറക്റ്റ് റിസൾട്ടാണ്. എൽ ഓഫ് 1 ഈക്വൽ ടു 1/s. എൽ ഓഫ് യു ഓഫ് ടി മൈനസ് 2 കാണണം. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അനുസരിച്ച് എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എഫ് ഓഫ് ടി ആണ്. ഇവിടെ നമുക്ക് കാണാനുള്ളത് എൽ ഓഫ് യു ഓഫ് ടി മൈനസ് 2 ആണ്. യു ഓഫ് ടി മൈനസ് 2. അപ്പോൾ ഇത് കമ്പയർ ചെയ്യാം. ഇവിടെ എയുടെ സ്ഥാനത്ത് 2 ആണ്. എ ഈക്വൽ ടു 2 ആണ്. യു ഓഫ് ടി മൈനസ് 2 എന്നുണ്ട്. അതായത് യു ഓഫ് ടി മൈനസ് എയുടെ സ്ഥാനത്ത് യു ഓഫ് ടി മൈനസ് 2 ആണ്. എഫ് ഓഫ് ടി മൈനസ് എയുടെ സ്ഥാനത്ത് എന്താണ്? 1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എഫ് ഓഫ് ടി മൈനസ് 2 1 എന്ന് എടുക്കാം. അതായത് എഫ് ഓഫ് ടി മൈനസ് എ ദറ്റ് ഈസ് എഫ് ഓഫ് ടി മൈനസ് എ 1 ആണ്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വരും ഇ റൈസ് ടു മൈനസ് എ എസ്. അപ്പോൾ ഇ റൈസ് ടു മൈനസ് 2s ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി. എഫ് ഓഫ് ടി മൈനസ് 2 1 ആണ്. സോ എഫ് ഓഫ് ടി 1 ആണ് ഫോർ എവറി ടി. ഇത് ശരിയാണ്. സോ എഫ് ഓഫ് ടി ഈക്വൽ ടു 1 എൽ ഓഫ് 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇ റൈസ് ടു മൈനസ് 2s ബൈ എസ് എന്ന് കിട്ടും. ഇനി അതുപോലെ എൽ ഓഫ് എന്ത് കാണണം? യു ഓഫ് ടി മൈനസ് 2 കണ്ടു. ഇനി യു ഓഫ് ടി മൈനസ് 3 സെയിം റിസൾട്ട് അപ്ലൈ ചെയ്യുക. എൽ ഓഫ് യു ഓഫ് ടി മൈനസ് 3 ഈക്വൽ ടു എന്ത് കിട്ടും? എയുടെ സ്ഥാനത്ത് 3 ആണ്. എഫ് ഓഫ് ടി എന്താണ്? 1 ആണ്. അതുകൊണ്ട് എഫ് ഓഫ് ടി മൈനസ് 3യും 1 ആണ്. സോ ബൈ സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എൽ ഓഫ് യു ഓഫ് ടി മൈനസ് 3 ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 3s. എയുടെ സ്ഥാനത്ത് 3 ആണ്. ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1. ദാറ്റ് ഈസ് ഇ റൈസ് ടു മൈനസ് 3s ബൈ എസ്. ഇനി ഇതെല്ലാം ഇതിൽ ഓരോന്നിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഗെറ്റ് എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു 2 ഇൻറ്റു 1/s മൈനസ് 3 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 2s ബൈ എസ് ഇൻറ്റു 1/s ആണ്. പ്ലസ് ഇ റൈസ് ടു മൈനസ് 3s ഇൻറ്റു 1/s. ദാറ്റ് ഈസ് എസ് കോമൺ ഡിനോമിനേറ്റർ ആണ്. 2 മൈനസ് 3 ഇൻറ്റു മൈനസ് ഇ റൈസ് ടു മൈനസ് 2s പ്ലസ് ഇ റൈസ് ടു മൈനസ് 3s എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ സെക്കൻഡ് വൺ നമുക്ക് തന്നിട്ടുള്ളത് എഫ് ഓഫ് ടി ഈക്വൽ ടു 2 if 0 less than or equal to t less than pi, 0 if pi less than or equal to t less than 2 pi, and it is sin t
if t greater than or equal to 2π. സോ ആദ്യം നമ്മൾ എഫ് ഓഫ് ടീനെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഫോമിൽ എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് നമ്മളിങ്ങനെ ഒരു റിസൾട്ട് പഠിച്ചിരുന്നു. എഫ് ഓഫ് ടിയുടെ ഫോം ജി ഓഫ് ടി ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ എയും ആൻഡ് എച്ച് ഓഫ് ടി ഇഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എയും ആണെങ്കിൽ എഫ് ഓഫ് ടീനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് ടീനെ ജി ഓഫ് ടി മൈനസ് ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ പ്ലസ് എച്ച് ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്നെഴുതാം. സോ ഇവിടെ ഉള്ള ഫങ്ഷൻ ഇതാണ്. രണ്ടെണ്ണം അല്ല, ഇവിടെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ രണ്ടെണ്ണം എടുക്കുക. അപ്പോൾ ആദ്യത്തെ എടുക്കുമ്പോൾ 2 ആയിരിക്കും ജി, 0 ആയിരിക്കും എച്ച്. പിന്നെ അടുത്ത രണ്ടെണ്ണം എടുക്കുക, അതായത് ആദ്യം ഈ രണ്ടെണ്ണം എടുക്കുക, 2ഉം 0ഉം. പിന്നെ എടുക്കേണ്ടത് 0ഉം സൈൻ ടിയും. അപ്പോൾ 0 ജിയും എച്ചിൻ്റെ സ്ഥാനത്ത് സൈൻ ടി ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ കേസിൽ എ എന്ന് പറയുന്നത് പൈ ആയിരിക്കും, രണ്ടാമത്തെ കേസിൽ എ എന്ന് പറയുന്നത് 2π ആയിരിക്കും. അതാണ് ഡിഫറൻസ്. സോ നമുക്ക് അതൊന്ന് നോക്കാം. എഫ് ഓഫ് ടീനെ നമുക്ക് തന്നിട്ടുള്ള എഫ് ഓഫ് ടീനെ ആദ്യത്തെ കേസിൽ ജി ഓഫ് ടി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് ആദ്യത്തെ കേസിൽ എ എന്ന് പറയുന്നത് പൈ ആണ്. അപ്പോൾ ടി മൈനസ് പൈ പ്ലസ് എച്ച് എന്ന് പറയുന്നത് 0 ആണ്. സോ 0 ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ പ്ലസ് ഇനി അടുത്ത രണ്ടെണ്ണം ആഡ് ചെയ്യുക. ഓരോ രണ്ടെണ്ണം വീതം എടുക്കുക, ദെൻ ഓരോന്നും ആഡ് ചെയ്ത് പോവുക. ഓരോന്നിലും ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം, ഈ കണ്ടീഷൻ. അപ്പോൾ അടുത്തത് 0ഉം സൈൻ ടി ആണ്. അപ്പോൾ 0 മൈനസ് ജിയുടെ സ്ഥാനത്ത് 0 ആണ്. 0 ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്ന് പറയുന്നത് ഇവിടെ 2π ആണ്. ടി മൈനസ് 2π പ്ലസ് എച്ചിൻ്റെ സ്ഥാനത്ത് സൈൻ ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2π. അപ്പോൾ ഈ ടേമുകളൊന്നും ഉണ്ടാവില്ല, 0 വരുന്ന ടേമുകൾ. ബാക്കി ഉണ്ടാകുന്നത് 2 മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ പ്ലസ് പിന്നെയുള്ളത് സൈൻ ടിയുടെ ടേമാണ്, സൈൻ ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2π. That's equal to f of t. അപ്പോൾ f of t in terms of the unit step function we can write f of t equal to 2 minus 2 into u of t minus pi plus sin t into u of t minus 2π. Therefore Laplace transformation of f of t equal to Laplace transformation of 2 minus 2 into u of t minus pi plus sin t into u of t minus 2π എന്ന് വരും. ദെൻ സ്പ്ലിറ്റ് ചെയ്യാം. 2 ഇൻറ്റു എൽ ഓഫ് 1 പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് യു ഓഫ് ടി മൈനസ് പൈ പ്ലസ് ഇവിടെ ഒന്നിച്ചാണ്, രണ്ടിനെയും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. പ്ലസ് എൽ ഓഫ് സൈൻ ടി യു ഓഫ് ടി മൈനസ് 2π ഇങ്ങനെ വരും. അതിൽ എൽ ഓഫ് 1 2 ഇൻറ്റു എൽ ഓഫ് 1 നമുക്കറിയാം 1/s ആണ്. അതുപോലെ എൽ ഓഫ് യു ഓഫ് ടി മൈനസ് പൈ, എൽ ഓഫ് യു ഓഫ് ടി മൈനസ് പൈ സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അനുസരിച്ച് ഇത് ഇവിടുത്തെ എഫ് ഓഫ് ടി 1 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു വി ഗെറ്റ് ഇ റേസ് ടു മൈനസ് എ എന്ന് പറയുന്നത് പൈ ആണ് ഇവിടെ, ഇ റേസ് ടു മൈനസ് പൈ എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1, ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് പൈ എസ് ഡിവൈഡ് ബൈ എസ് ബൈ ദി സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ദെൻ അപ്പോൾ ഇത് കണ്ടു. ദെൻ ഈ ഒരു ടേം കാണണം, എൽ ഓഫ് സൈൻ ടി യു ഓഫ്
ടി മൈനസ് 2π. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടുള്ള ഇക്വേഷൻ ഇതാണ്, എഫ് ഓഫ് ടി മൈനസ് എ യു ഓഫ് ടി മൈനസ് എ. ഇതിൻ്റെ ഇക്വേഷൻ കാണാനാണ് നമ്മുടെ കയ്യിൽ സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉള്ളത്. പക്ഷേ ഇവിടെ യു ഓഫ് ടി മൈനസ് എ ഓക്കെ, എയുടെ സ്ഥാനത്ത് 2π എടുത്താൽ മതി. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇവിടെ സൈൻ ടിക്ക് പകരം സൈൻ ഓഫ് ടി മൈനസ് 2π എന്നായിരുന്നെങ്കിൽ നമുക്ക് റിസൾട്ട് അപ്ലൈ ആയിരുന്നു. ഇ റൈസ് ടു എന്താ റിസൾട്ട്? ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി, അതായത് ഇ റൈസ് ടു മൈനസ് 2π എസ് ഇൻറ്റു എൽ ഓഫ് സൈൻ ടി എന്ന് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ എന്തില്ല, സൈൻ ടി മൈനസ് 2π എന്നില്ല, സൈൻ ടി എന്നേ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് മാറ്റി എഴുതാം. കാരണം സൈൻ ടി മൈനസ് 2πയും സൈൻ ടിയും സെയിം ആണ്. സൈൻ തീറ്റ പ്ലസ് 2π അല്ലെങ്കിൽ തീറ്റ മൈനസ് 2π ഈക്വൽ ടു സൈൻ തീറ്റ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എൽ ഓഫ് സൈൻ ടി യു ഓഫ് ടി മൈനസ് 2π എന്നതിന് പകരം എൽ ഓഫ് സൈൻ ഓഫ് ടി മൈനസ് 2π ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2π എന്നെഴുതാം. ഇവിടെ നമ്മൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. ദിസ് ഈക്വൽ ടു എന്തായിരുന്നു? ഇ റൈസ് ടു മൈനസ് എ എന്ന് പറഞ്ഞാൽ 2π എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇവിടെ സൈൻ ടി ആണ്, സൈൻ ടി എന്ന് കിട്ടും, എൽ ഓഫ് സൈൻ ടി. ദറ്റ് ഈസ് ഇ റൈസ് ടു മൈനസ് 2π എസ് സൈൻ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ 1/s² പ്ലസ് 1 ആണ്. സോ 1/s² പ്ലസ് 1 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ അതിലെ എല്ലാ ടേംസും കണ്ടു കഴിഞ്ഞു. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദറ്റ് ഈസ് എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു 2/s മൈനസ് 2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് πs ബൈ എസ് പ്ലസ് ഇ റൈസ് ടു മൈനസ് 2πs ഡിവൈഡ് ബൈ s² പ്ലസ് 1. അതാണ് ലാസ്റ്റ് കിട്ടിയത്. ഇ റൈസ് ടു മൈനസ് 2πs ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 2πs ഡിവൈഡ് ബൈ s² പ്ലസ് 1 എന്ന് കിട്ടും. അപ്പോൾ അതൊന്ന് ആദ്യത്തേന്ന് രണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് 2 ഔട്ട് സൈഡ് എടുക്കാം. 2 ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് πs ഡിവൈഡ് ബൈ എസ് പ്ലസ് ഇ റൈസ് ടു മൈനസ് 2πs ഡിവൈഡ് ബൈ s² പ്ലസ് 1 എന്ന് കിട്ടും. ദെൻ തേർഡ് പ്രോബ്ലം, എഫ് ഓഫ് ടി ഈക്വൽ ടു സൈൻ ടി when t less than π/4 and it is sin t plus cos of t minus π/4 when t greater than or equal to π/4. അപ്പോൾ നമുക്കിതിന് ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഫോമിൽ എഴുതണം. അപ്പോൾ നമ്മൾ എഫ് ഓഫ് ടീനെ ആദ്യത്തേത് സൈൻ ടി എന്നാണ്, രണ്ടാമത്തേത് സൈൻ ടി പ്ലസ് കോസിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ആദ്യത്തെ നമുക്ക് സൈൻ ടി പ്ലസ് 0 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ എഫ് ഓഫ് ടീനെ നമുക്കൊരു സൈൻ ടി പ്ലസ് ഒരു ഫംഗ്ഷൻ, ഒരു ജി ഓഫ് ടി എന്ന് കൊടുക്കുന്നുണ്ട്. ഇനി ജി ഓഫ് ടി എന്താണ്? ജി ഓഫ് ടി ടി ലെസ് ദാൻ 1/4 ആവുമ്പോൾ അത് 0 ആണ്. കാരണം സൈൻ ടി ആണ്, വെറും സൈൻ ടി ഉള്ളൂ. അപ്പോൾ സൈൻ ടി നമുക്ക് സൈൻ ടി പ്ലസ് 0, അപ്പോൾ അത് ഓക്കെ ആവും, സൈൻ ടി പ്ലസ് ജി ഓഫ് ടി. സെക്കൻഡ് കേസിൽ, അതായത് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു π/4 ഇറ്റ് ഈസ് ജി ഓഫ് ടി എന്താണ്? ജി ഓഫ് ടിയുടെ സ്ഥാനത്ത് കോസ് ഓഫ് ടി മൈനസ് π/4 എന്നാണ്. കോസ് ഓഫ് ടി മൈനസ് π/4. സോ ഇൻ ടേംസ് ഓഫ് ദി സ്റ്റെപ്പ് ഫംഗ്ഷൻ, അപ്പോൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഫോമിൽ നമ്മൾ ആദ്യം ജി ഓഫ് ടീനെ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഫോമിൽ എഴുതാം. അപ്പോൾ ജി ഓഫ് ടി ക്യാൻ ബി റിട്ടൺ ആസ്, ജി ഓഫ് ടി എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫോമിലാണ്. ഏത് ഫോമിൽ? ഇവിടെ നമ്മളൊരു ജി ഓഫ് ടിയുടെയും എച്ച് ഓഫ് ടിയുടെയും ഒക്കെ കാര്യം പറഞ്ഞിരുന്നു, ആ ഫോമിലാണുള്ളത്. ദാറ്റ് ഈസ് സെക്കൻഡ് പ്രോബ്ലത്തിൽ നമ്മളെടുത്ത ഈ ഫോമിൽ ആദ്യത്തെ ഒരു ഫംഗ്ഷൻ ജി ഓഫ് ടി, നെക്സ്റ്റ് ഒരു ഫംഗ്ഷൻ എച്ച് ഓഫ് ടി. അപ്പോൾ അതിനെ നമ്മളിങ്ങനെയാണ് എഴുതുക, ജി ഓഫ് ടി മൈനസ്
ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ പ്ലസ് എച്ച് ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. അപ്പോൾ ജി ഓഫ് ടിയിൽ ആദ്യത്തത് 0യും രണ്ടാമത്തത് കോസ് ടി മൈനസ് പൈ ബൈ 4 ആണ്. അപ്പോൾ 0 മൈനസ് ആദ്യത്തത് മൈനസ് 0 ഇൻറ്റു യു ഓഫ് ടി മൈനസ് എയുടെ സ്ഥാനത്ത് പൈ ബൈ 4 ആണ്. പൈ ബൈ 4 പ്ലസ് എച്ച് ഓഫ് ടിയുടെ സ്ഥാനത്ത് കോസ് ഓഫ് ടി മൈനസ് പൈ ബൈ 4 ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ ബൈ 4. ഇങ്ങനെ വരും നമ്മുടെ ജി ഓഫ് ടി. അതായത് ജി ഓഫ് ടി ഈക്വൽ ടു രണ്ട് ടേമും 0 ആയി പോവും. കോസ് ഓഫ് ടി മൈനസ് പൈ ബൈ 4 ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ ബൈ 4 എന്ന് കിട്ടും. ഇനി നമ്മൾ എൽ ഓഫ് എഫ് ഓഫ് ടി കാണാം. എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇറ്റ് ഈസ് സൈൻ ടി പ്ലസ് ജി ഓഫ് ടി. അപ്പോൾ എൽ ഓഫ് സൈൻ ടി പ്ലസ് ജി ഓഫ് ടി, ദാറ്റ് ഈസ് എൽ ഓഫ് സൈൻ ടി പ്ലസ് എൽ ഓഫ് ജി ഓഫ് ടി സ്പ്ലിറ്റ് ചെയ്തു. ഇനി എൽ ഓഫ് സൈൻ ടി പ്ലസ് എൽ ഓഫ് ജി ഓഫ് ടി. ജി ഓഫ് ടി നമ്മൾ എഴുതിയിട്ടുണ്ട്. ജി ഓഫ് ടി എന്താ? ജി ഓഫ് ടി ഇതാണ്, കോസ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഫോമിൽ കോസ് ടി മൈനസ് പൈ ബൈ 4 ടി മൈനസ് പൈ ബൈ 4 ഇൻറ്റു യു ഓഫ് ടി മൈനസ് പൈ ബൈ 4 എന്ന് കിട്ടും. സോ എൽ ഓഫ് സൈൻ ടി നമുക്കറിയാം എന്തായിരുന്നു. എൽ ഓഫ് സൈൻ ടി ദാറ്റ് ഈസ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ആണ്. പ്ലസ് എൽ ഓഫ് കോസ് ടി മൈനസ് പൈ ബൈ 4 യു ഓഫ് ടി മൈനസ് പൈ ബൈ 4. അപ്പോൾ ഈ സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അവിടെ എയുടെ സ്ഥാനത്ത് പൈ ബൈ 4 ആണ്, എഫിൻ്റെ സ്ഥാനത്ത് കോസ് ടി മൈനസ് പൈ ബൈ 4 ആണ്. എഫ് അല്ല, എഫ് ഓഫ് ടി മൈനസ് പൈ ബൈ 4ൻ്റെ സ്ഥാനത്ത് കോസ് ഓഫ് ടി മൈനസ് പൈ ബൈ 4. അപ്പോൾ ബൈ സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഇതിൻ്റെ ലാപ്ലേസ് എന്ന് പറയുന്നത് ദാറ്റ്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എയുടെ സ്ഥാനത്ത് പൈ ബൈ 4s ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇവിടെ വരുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് ടി മൈനസ് പൈ ബൈ 4, അതായത് ഈ കോസ് ടി മൈനസ് പൈ ബൈ 4 എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ കിട്ടും. അപ്പോൾ 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് ഇ റേസ് ടു മൈനസ് എ എന്ന് പറഞ്ഞാൽ പൈ ബൈ 4s ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എഫ് ഓഫ് ടി. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ കോസ് ടി അല്ലേ, എഫിൻ്റെ സ്ഥാനത്ത് കോസ് ആണ്. 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് ഇ റേസ് ടു മൈനസ് പൈ ബൈ 4s. എൽ ഓഫ് കോസ് ടി എന്ന് പറയുമ്പോൾ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1. സോ എസ് സ്ക്വയർ പ്ലസ് 1 കോമൺ ഡിനോമിനേറ്റർ ആണ്. എസ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് ഇ റേസ് ടു 1 പ്ലസ് എസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് പൈ ബൈ 4s എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ദി ആൻസർ ഓഫ് ദി തേർഡ് ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് വി ഹാവ് another problem. Find the Laplace transform of each of the following functions assuming it to be 0 outside the given interval. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഒരു ഇൻ്റർവലും തന്നിട്ടുണ്ട്. അപ്പോൾ ഇ റേസ് ടു ടി ആണ് ആദ്യത്തെ ഫംഗ്ഷൻ. ഇൻ്റർവലിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 1 ആണ്. ഇനി ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്, അസ്യൂമിങ് ഇറ്റ് ടു ബി 0 ഔട്ട്സൈഡ് ദ ഗിവൺ ഇൻ്റർവൽ. അപ്പോൾ ഈ തന്നിട്ടുള്ള ഇൻ്റർവലിന് പുറത്തുള്ള ഏതൊരു സ്ഥലത്തും ഫംഗ്ഷൻ എന്താണ്? 0 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നിട്ടുള്ള ഈ ഫംഗ്ഷൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ നമ്മൾ എഫ് ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു ടി എന്ന് എഴുതാം. എപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 1 ആകുമ്പോൾ. ഇനി ബാക്കിയുള്ളപ്പോഴൊക്കെ അത് 0 ആണ്, ദാറ്റ് ഈസ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോഴൊക്കെ അത് 0 ആണ്. അപ്പോൾ ഇതാണ് എഫ് ഓഫ് ടിയുടെ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പ്രോപ്പർട്ടി അനുസരിച്ചുള്ള ഡെഫിനിഷൻ. ഇനി എഫ് ഓഫ് ടീനെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഫോമിൽ നമുക്ക് എഴുതാം. എഫ് ഓഫ് ടി ഈക്വൽ ടു
ഇതിനെ ജി ഓഫ് ടിയും ഇതിനെ എച്ച് ഓഫ് ടി ആയിട്ട് എടുക്കുക. അപ്പോൾ ജി ഓഫ് ടി മൈനസ് ഇതായിരുന്നു ഇക്വേഷൻ, ജി ഓഫ് ടി മൈനസ് ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ പ്ലസ് എച്ച് ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. therefore here f of t equal to g of t എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? g of t എന്ന് പറഞ്ഞാൽ e raised to t, e raised to t മൈനസ് e raised to t ഇൻറ്റു യു ഓഫ് ടി മൈനസ് എയുടെ സ്ഥാനത്ത് 1 ആണ്, 1 പ്ലസ് എച്ച് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ 0 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. ഈ ടേം 0 ആയിപ്പോവും. അപ്പോൾ ബാക്കി നമുക്ക് ഇത്രയും ഉണ്ടാവും. അതായത് എഫ് ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു ടി മൈനസ് ഇ റേസ് ടു ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. ഇനി ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എൽ ഓഫ് ഇ റേസ് ടു ടി മൈനസ് ഇ റേസ് ടു ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 എന്നെഴുതി. സോ എൽ ഓഫ് ഇ റേസ് ടു ടി മൈനസ് എൽ ഓഫ് ഇ റേസ് ടു ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 എന്നെഴുതാം. സോ എൽ ഓഫ് ഇ റേസ് ടു ടി നമുക്കറിയാം, അത് 1/s മൈനസ് 1 ആണ്. ഈ എൽ ഓഫ് ഇ റേസ് ടു എ ടി എന്ന് പറഞ്ഞാൽ 1/s മൈനസ് എ. അപ്പോൾ എൽ ഓഫ് ഇ റേസ് ടു ടി എയുടെ സ്ഥാനത്ത് 1 ആണ്, 1/s മൈനസ് 1 എന്ന് വരും. ഇനി അടുത്തത് കാണണം, എൽ ഓഫ് ഇ റേസ് ടു ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 കാണണം. ഇത് നമ്മുടെ സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി നമ്മളൊരു അനദർ ഫോം പറഞ്ഞിരുന്നു. എൽ ഓഫ് ജി ഓഫ് ടി ഇൻറ്റു ഇവിടെ ഇ റേസ് ടു ടി മൈനസ് 1 തന്നെയാണെങ്കിൽ നമുക്ക് എഴുതാമായിരുന്നു, എഫ് ഓഫ് ടി ഇ റേസ് ടു ടി ആക്കി എടുത്ത് എഴുതാമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷൻ നമ്മളൊരു ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം പറയുന്നുണ്ട്. ദാറ്റ് ഈസ് എൽ ഓഫ് ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി പ്ലസ് എ ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ജിയുടെ സ്ഥാനത്ത് ഇ റേസ് ടു ടി ആണ്, എയുടെ സ്ഥാനത്ത് 1. അപ്പോൾ ഇത് കിട്ടുന്നത് ഇ റേസ് ടു മൈനസ് എ എസ് 1 ഇൻറ്റു എസ് ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടിയുടെ സ്ഥാനത്ത് ടി പ്ലസ് എ, ദാറ്റ് ഈസ് ടി പ്ലസ് 1 എന്ന് കൊടുക്കുക. ഓക്കെ, ഇതായിരിക്കും. സോ ദാറ്റ്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു എൽ ഓഫ് ഇ റേസ് ടു ടി പ്ലസ് 1നെ ഇ റേസ് ടു ടി ഇൻറ്റു ഇ എന്ന് എഴുതാം, അല്ലേ? ഇ റേസ് ടു 1 എന്ന് എഴുതാം. അപ്പോൾ ഇ റേസ് ടു 1 കോൺസ്റ്റൻ്റ് ആണ്, അത് ഔട്ട് സൈഡ് എടുത്താൽ ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു ഇ റേസ് ടു 1 എൽ ഓഫ് എന്ത് കിട്ടും ബാക്കി ഇ റേസ് ടു ടി. സോ ദാറ്റ്സ് ഈക്വൽ ടു ഇ റേസ് ടു 1 മൈനസ് എസ്, ഇത് രണ്ടും കൂടെ ഓപ്പറേറ്റ് ചെയ്താൽ എൽ ഓഫ് ഇ റേസ് ടു ടി 1/s മൈനസ് 1. therefore എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ആദ്യത്തതൊരു 1/s മൈനസ് 1 ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ബാക്കിയുള്ള ടേമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ 1/s മൈനസ് 1 മൈനസ് ഇ റേസ് ടു 1 മൈനസ് എസ് ഡിവൈഡ് ബൈ എസ് മൈനസ് 1. സോ എസ് മൈനസ് 1 കോമൺ ഡിനോമിനേറ്റർ ആണ്, എസ് മൈനസ് 1. ഇവിടെ ഉള്ളത് 1 മൈനസ് ഇ റേസ് ടു 1 മൈനസ് എസ്. സോ ദാറ്റ് ഈസ് ദി ആൻസർ. ദെൻ അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ 10 cos പൈ ടി ആണ്, എഫ് ഓഫ് ടി. അപ്പോൾ അതിനെ നമ്മൾ എഫ് ഓഫ് ടി എന്ന് വിളിച്ചു. അപ്പോൾ എഫ് ഓഫ് ടീനെ ആദ്യം നമ്മൾ റീഡിഫൈൻ ചെയ്യണം. റീഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തന്നിട്ടുണ്ടല്ലോ, ഇത് ഇൻട്രോയിൽ തന്നിട്ടുണ്ട്. എഫ് ഓഫ് ടി ഈക്വൽ ടു 10 cos പൈ ടി എപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 2. ബാക്കിയുള്ളടത്തൊക്കെ 0 ആണ്. അപ്പോൾ നമ്മുടെ ഡെഫിനിഷൻ എപ്പോഴും ഒരു 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ എയും ദെൻ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ, ആ ഫോമിലാണ്. അപ്പോൾ ഇവിടെ 1 ആണ്, 0 അല്ല. അപ്പോൾ നമ്മൾ 0 മുതൽ 1 വരെയുള്ളത് വേറെ എഴുതാം. ബാക്കി അപ്പോൾ ഈ ഒരു ഇൻ്റർവെല്ലിൽ മാത്രം 1 to 2 മാത്രമാണ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 10 cos പൈ ടി, അല്ലാത്തപ്പോഴൊക്കെ അത് 0 ആണ്. അപ്പോൾ ഇവിടെ 0 ആണ്. ഇനി ടി ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോൾ അപ്പോഴും 0 ആണ്.
അപ്പോൾ അതിനെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഫോമിൽ എഴുതാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ എഫ് ഓഫ് ടിയുടെ ഫോം 0 ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ എ ആൻഡ് സം ഫംഗ്ഷൻ ജി ഓഫ് ടി ഇഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ബി ആൻഡ് അഗെയിൻ 0 ഇഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഫംഗ്ഷനും. അതായത് 2 0യും ഒരു 10 cos പൈ ടി. അപ്പോൾ എഫ് ഓഫ് ടീനെ ഇങ്ങനെ വന്നാൽ സ്റ്റെപ്പ് ഫംഗ്ഷനിൽ എഴുതുന്നത് എങ്ങനെയാണ്? ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ മൈനസ് യു ഓഫ് ടി മൈനസ് ബി. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ എഴുതിയാൽ therefore here എഫ് ഓഫ് ടി ഈക്വൽ ടു നമ്മുടെ ഫംഗ്ഷൻ ജി ഓഫ് ടി എന്ന് പറഞ്ഞാൽ 10 cos പൈ ടി 10 cos പൈ ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആദ്യത്തിൽ 1 ആണ്. ഇതാണ് എ, ഇത് ബിയും. എ 1ഉം ബി 2 മൈനസ് യു ഓഫ് ടി മൈനസ് 2 എന്ന് കിട്ടും. ഇതാണ് എഫ് ഓഫ് ടി. ഇനി ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ കാണണം. ദാറ്റ് ഈസ് എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എൽ ഓഫ് ഇതിൻ്റെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 10 ഇൻറ്റു എൽ ഓഫ് കോസ് പൈ ടി യു ഓഫ് ടി മൈനസ് 1 മൈനസ് അടുത്തത് വീണ്ടും ഓക്കെ. അതായത് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഞാൻ അടുത്തതിൽ വീണ്ടും 10 ഇൻറ്റു എൽ ഓഫ് കോസ് പൈ ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 എന്ന് വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു 10 ഇൻറ്റു എൽ ഓഫ് കോസ് പൈ ടി യു ഓഫ് ടി മൈനസ് 1, അതായത് ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഫോമിൽ. അപ്പോൾ അത് നമുക്ക് കിട്ടുക, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, അത് കിട്ടുന്നത് അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി പ്ലസ് എ എന്നായിരുന്നു. അപ്പോൾ 10 ദാറ്റ്സ് ഈക്വൽ ടു 10 ഇൻറ്റു എൽ ഓഫ് കോസ് പൈ ടി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എയുടെ സ്ഥാനത്ത് 1 ആണ്, മൈനസ് 1 ഇൻറ്റു എസ്, ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ജി ഓഫ് ടി പ്ലസ് എ. എയുടെ സ്ഥാനത്ത് നമുക്കറിയാം 1 ആണ്, ടി പ്ലസ് എ. അപ്പോൾ ജി എന്ന് പറഞ്ഞാൽ കോസ് പൈ ടി, അപ്പോൾ കോസ് പൈ ടിയുടെ സ്ഥാനത്ത് ടി പ്ലസ് 1 എന്ന് വരും. അതുപോലെ അടുത്തത് മൈനസ് 10 ഇൻറ്റു ഇ റേസ് ടു മൈനസ്, ഇവിടെ 2 ആണ് എയുടെ സ്ഥാനത്ത്, ഇ റേസ് ടു മൈനസ് 2s ഇൻറ്റു എൽ ഓഫ് കോസ് പൈ ഓഫ് ടി പ്ലസ് 2 എന്ന് വരും. അവിടെ എയുടെ സ്ഥാനത്ത് 2 ആണ്. സോ വി ഗെറ്റ് ദാറ്റ്സ് ഈക്വൽ ടു 10 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു എൽ ഓഫ് കോസ് പൈ ഇൻറ്റു ടി പ്ലസ് 1 ആണ്, കോസ് പൈ ടി പ്ലസ് കോസ് പൈ, കോസ് ഓഫ് പൈ ടി പ്ലസ് പൈ മൈനസ് അടുത്തത് വീണ്ടും 10 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2s എൽ ഓഫ് കോസ്, ഇവിടെ പൈ ടി പ്ലസ് 2 പൈ എന്ന് വരും, കോസ് പൈ ടി പ്ലസ് 2 പൈ. ഇനി കോസ്, ഇതൊരു കോസ് തീറ്റ പ്ലസ് 5 ഫോമിലാണ്. കോസ് തീറ്റ പ്ലസ് പൈ എന്ന് പറയുന്നത്, കോസ് തീറ്റ പ്ലസ് പൈ എന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റയാണ്. മൈനസ് കോസ് തീറ്റ, കോസ് തീറ്റ പ്ലസ് 2 പൈ എന്ന് പറയുന്നത് കോസ് തീറ്റ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക്
ഇവിടെ അപ്ലൈ ചെയ്യണം, ഇവിടെ അപ്ലൈ ചെയ്യണം. സോ വി ഗെറ്റ് 10 e raised to minus s L of cos pi plus theta angle minus cos theta. So minus cos pi t. Okay, minus 10 into e raised to minus 2s L of cos 2 pi plus theta, that is cos theta, that is cos pi t. ഇനി നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കാണാൻ അറിയാം. 10 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ്, ഇവിടെ ഒരു മൈനസ് ടേക്കൺ ഔട്ട് സൈഡ്. സോ മൈനസ് 10 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് കോസ് പൈ ടിയുടെ കോസ് എ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ നമുക്കറിയാം എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. സോ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എയുടെ സ്ഥാനത്ത് പൈ സ്ക്വയർ മൈനസ് 10 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2s കോസ് പൈ ടിയുടെ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ. സോ എസ് സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ, അതുപോലെ 10 ഇ റേസ് ടു മൈനസ് എസ് മൈനസ് 10 ഇ റേസ് ടു മൈനസ് എസ്, സോറി അവിടെ 2s ആണല്ലേ. സോ അപ്പോൾ 10 മൈനസ് 10ഉം എസ്സും കോമൺ ആണ് ന്യൂമറേറ്ററിൽ, മൈനസ് 10s. ബാക്കി ഉണ്ടാവുന്നത് എസ്, ഓക്കെ എസ് അല്ല, ഇ റേസ് ടു മൈനസ് എസ്സും മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ആൻഡ് പ്ലസ്, കാരണം മൈനസ് നമ്മൾ ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ട്, പ്ലസ് ഇ റേസ് ടു മൈനസ് 2s. ഓക്കെ, ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ കോമൺ ആണ് അല്ലേ, എസ് സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ, എസ് സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ. So that's we get the answer L of f of t equal to minus 10 s into e raised to minus s plus e raised to minus 2s whole divided by s square plus pi square. Okay, thank you.